നിന്നെ പോലെ നന്ദിയില്ലാത്ത ഒരു മകൻ എന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നതിലും ഭേദം ഞാൻ സ്വയം തീ കൊളുത്തി ഇല്ലാതാകുന്നതാ. അമ്മ വീട് തരാനല്ലേ പറഞ്ഞത്? മതി, നമുക്ക് നാളെ സംസാരിക്കാം. ഇത്തവണ നീ എന്നെ രക്ഷിച്ചു, പക്ഷെ എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. നാളെ നീ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിൽ ഉറപ്പായി ഞാൻ മരിക്കും. ഞാൻ വെറുതെ എങ്ങും മരിക്കില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി നീയും ആ വൃത്തികെട്ട പെണ്ണുവാണെന്നും എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കൂ. അമ്മേ 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 പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടാ, ഞാനെല്ലാം കേട്ടു. അമ്മ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മയുടെ ജീവനേക്കാളും വലുതല്ല നമ്മുടെ പ്രണയം. അതുകൊണ്ട് പ്രിയഞ്ചേട്ടൻ നാളെ അമ്പലത്തിലേക്ക് പോണം. അമ്മ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ചെയ്യണം. ബാക്കിയെല്ലാം വരുന്ന പോലെ കാണാം. വരുന്നത് പോലെ കാണാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? തുളസിയുമായിട്ടുള്ള കല്യാണം കഴിയുന്നത് വരെ നീ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കോ? പ്രിയഞ്ചേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ. അമ്മ ചെയ്യാൻ പോയത് എന്താണെന്ന് കണ്ടില്ലേ? തൽക്കാലം അമ്മയുടെ വാശിക്ക് വിട്ടുകൊടുക്കേ നിവൃത്തിയുള്ളൂ. എന്നിട്ട് പ്രിയഞ്ചേട്ടൻ എന്നെ വിട്ട് ബംഗ്ലാദേശിലേക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ? നമ്മളായിട്ട് എന്തേലും ചെയ്തിട്ടാണോ നമ്മൾ ഒരുമിച്ചത്?